ഹായ് ഡിയേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു ക്ലിയറൻസ് സെയിലൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. കുറേ പേർക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മളെപ്പോഴും രാവിലെ 11 മണിക്ക് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ എല്ലാം തീർന്നു പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയും നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സെയിലൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്റ് റേഞ്ചിലുള്ള കളക്ഷനാണ്. 2 പീസ് സെറ്റ് ഉണ്ട്, സിംഗിൾ നോർമലായിട്ട് വരുന്ന ഫ്രോക്ക് ഉണ്ട്, ഇതുപോലത്തെ ടൈപ്പ് ഫ്രോക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ടൈപ്പാണ്. ഇത് പിങ്ക് ബ്ലൗസ് ഒക്കെ പോലത്തെ ആ ഒരു പാറ്റേണിൽ വരുന്ന പ്രിന്റ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും ഇവിടെയും എന്താ പറയുക, ഇലാസ്റ്റിക് വരുന്ന പാറ്റേൺ ആണ്. സ്ലീവിൻ്റെ ഈ ഭാഗം എനിക്ക് ഇച്ചിരി ടൈറ്റ് ആണ്. ഈ നെക്കിൻ്റെ ഈ ഭാഗം ഇച്ചിരി വൈഡായിട്ട് വരുന്ന രീതിയിലാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ഇതിങ്ങനെ ഇത്തിരി ഷേപ്പായിട്ട് വേണമെങ്കിൽ കിടക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ഇത് കാണിച്ചെന്നേ ഉള്ളൂ. ഒരു 43 റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത്. ഇതിൽ ഇപ്പോൾ പിങ്കാണ് പൂവിൻ്റെ ഡിസൈൻ വരുന്നത്, ഒരു വൈൻ ഷെയ്ഡ് പോലെ. ഇതിൻ്റെ 2 കളേഴ്സും കൂടി അവൈലബിൾ ആണ്. രണ്ടാമത്തെ കളർ വരുമ്പോൾ ഇതുപോലെ ഒരു ചെറിയുടെയൊക്കെ പോലത്തെ ഒരു കളർ കേട്ടോ, റെഡിഷ് ആയിട്ടുള്ള കളർ. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒരു കോമൺ ആണ്, ഇവിടെ കോമൺ ആണ് വരുന്നത്. പുറകിൽ ഇതുപോലെ കുറച്ച് ഫ്ലീറ്റ്സ് കൊടുത്ത പോലെയാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ പാറ്റേൺ വരുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് കേട്ടോ. 2 സൈഡിലേക്കും ഇലാസ്റ്റിക് ഇതുപോലെ വരുന്നുണ്ട്. ഷോൾഡർ ഭാഗത്തേക്കായിട്ട് സ്ലീവിൻ്റെ എഡ്ജിലും ഇലാസ്റ്റിക് വരുന്നുണ്ട്. ഇത് മീഡിയം സൈസുകാർക്ക് ഓക്കെയാണ്. സ്മോളുകാർക്ക് നല്ലോണം നെക്ക് ഏരിയ നല്ല വൈഡ് വരാൻ ചാൻസ് ഉണ്ട്. ഇനിയല്ല, ഇത് നിങ്ങൾക്ക് ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കോമൺ ആയിട്ട് ഇരിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലേക്ക് ഇടാം. അങ്ങനെ ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഇടാം. ഏത് രീതിയിലാണോ ഇടാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കൈയൊക്കെ ശരിക്കും ആ ഒരു മീഡിയംകാർക്ക് പറ്റുന്ന ഒരു കുർത്തിയാണ്. ഓക്കെ, അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊരു വൈൻ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ പിങ്ക്, റെഡ്, വൈൻ, അങ്ങനെ 3 കളേഴ്സിലാണ് വരുന്നത്. 43, 44 റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത്. അപ്പോൾ കളേഴ്സ് കണ്ടല്ലോ, ഏത് കളറാണ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ എടുത്തോളാം. പ്രൈസ് വരുന്നത് 599. അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു ലെയർ അടിച്ച് വരുന്ന പാറ്റേൺ ആണ്. ഇത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ വരുന്ന ഡിസൈൻ വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഫ്രില്ല് ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത്. ഒരു പഫ് സ്ലീവ് പോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫ്രില്ല്. ഇവിടെ നെക്കിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടില്ല. ഒരു യൂനെക്ക് പോലത്തെ പാറ്റേൺ ആണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഓൾറെഡി ഒരു പാഡ് ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വരും കേട്ടോ. ഇതും ഫ്രോക്ക് മോഡലിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രൈസ് വന്നിട്ട് 599 ആണ്. അപ്പോൾ രണ്ടിൻ്റെയും 599 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. പാഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. പുറകിലേക്ക് വരുമ്പോൾ സ്മോക്കി വർക്ക് പോലെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, പുറകിലേക്ക് വരുമ്പോൾ ഇതുപോലെ 3 ലെയർ അടിച്ച് വരുന്നില്ല. ഫ്രണ്ടിലാണ് ഇങ്ങനെ ഓരോ ലെയറായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. ഇതും ലെങ്ത്ത് വന്നിട്ട് ഒരു 43, 44 റേഞ്ചിലേക്കാണ് വരുന്നത്. ഇതാണ്ട നമ്മുടെ ഷോൾഡറിൻ്റെ അവിടേക്ക് ഇങ്ങനെ വീതിയിൽ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇലാസ്റ്റിക് അല്ല, പഫ് സ്ലീവ് തന്നെയാണ് വരുന്നത്. പ്രൈസ് വരുന്നത് 599. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ്. നമ്മുടെ നാട്ടിൽ വരുന്നല്ലോ, ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിലേക്ക് വരുന്ന പാറ്റേൺ ആണ്. നേരത്തെ കാണിച്ചതിൻ്റെ ഇതിൻ്റെയും പ്രൈസ് വന്നിട്ട് 599 ആണ്. സ്ലീവിലും നെക്കിൻ്റെ പാറ്റേണും അങ്ങനെ ചെറുതായിട്ട് വ്യത്യാസം. ഇതിൽ പാഡ് ആഡ് ചെയ്തിട്ടുണ്ട്, അതിന് പാഡ് ഇല്ല. ഓക്കെ, അടുത്ത കളക്ഷൻ. ഇതും നമ്മൾ ഏറ്റവും ആദ്യം കാണിച്ച മോഡൽ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇടാൻ പറ്റുന്ന ലെവലിൽ വരുന്നതാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിക്കുന്നു വിചാരിച്ചാൽ പക്ഷെ മറ്റേതായിപ്പോയി വന്നത്. ഇത് സെയിം പാറ്റേൺ, 2 കളറാണ്. അത് ഹാർട്ടിൻ്റെ ഷേപ്പ്, ഒരൊറ്റ കളർ വരുന്ന ഹാർട്ടിൻ്റെ ഷേപ്പിൽ വരുന്നതാണ്. ഇങ്ങനെ ഗ്യാദർ എന്ന് വെച്ചാൽ ലെയർ അടിച്ച് വരുന്നതല്ല, താഴത്തേക്ക് ഫ്ലോ ആയിട്ട് കിടക്കുന്ന പാറ്റേൺ. എന്നാൽ ആദ്യത്തെ മോഡൽ പോലെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഷേപ്പാക്കി ഇടാൻ പറ്റുന്ന മോഡലാണ് വരുന്നത്. ഇവിടെ 2 സൈഡിലേക്ക് ഷോൾഡറിൻ്റെ അവിടേക്ക് ഇലാസ്റ്റിക് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എഡ്ജിലേക്കും ഇലാസ്റ്റിക് വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന പാറ്റേൺ. പുറകിലേക്ക് ചെറിയ ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. 2 ലെയറിൽ ഇലാസ്റ്റിക് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഏറ്റവും ആദ്യം കാണിച്ചതിൻ്റെ വേറൊരു പ്രിൻറ്റിൽ, നേരത്തെ കാണിച്ച ചെറിയ പൂക്കൾ ഒക്കെ പോലെ ഇരിക്കുന്ന ഇത് ഹാർട്ട് ഷേപ്പാണ്, അത്രേ ഉള്ളൂ. റെഡ് കളറും ഉണ്ട്. ഇതിപ്പോൾ ഏത് കളറ്, ഒരു കോഫി ഷെയ്ഡ് പോലത്തെ കളർ കേട്ടോ.
ആ കോഫി ഷെയ്ഡാണ്. ഈ 2 കളേഴ്സാണ് വരുന്നത്. ഇതിൻ്റെയും പ്രൈസ് 599. അപ്പോൾ 3 പാറ്റേൺ ആണ് കാണിച്ചത്. ഇതും നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ്. ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ 3 പാറ്റേണിൻ്റെയും പ്രൈസ് 599. ലെങ്ത് ഏകദേശം എല്ലാം സെയിം ആണ്. 43.5 44 റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത് കേട്ടോ. എത്ര കളക്ഷൻ വന്നിട്ടുള്ളത്, അതായത് 38 മുതൽ 46 വരെ സൈസ് ചാർട്ട് വരുന്നതാണ്. ഇത്ര നേരം കാണിച്ച ഫ്രോക്കുകളെല്ലാം ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ വരുന്നതാണ്. അതെല്ലാം മീഡിയം ലാർജ്, മാക്സിമം സ്മോൾ വാർ തൊട്ട് സ്മോൾ മീഡിയം ലാർജ് അത്രയും പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് വരുന്നത് സൈസ് ചാർട്ട് പ്രകാരമാണ് കേട്ടോ. നോർമൽ നമ്മൾ ലിവ സർട്ടിഫൈഡിൽ വരുന്ന പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഐറ്റമാണ്. അപ്പം അതും സൈസ് നമ്മുടെ നോർമൽ സൈസിനേക്കാൾ ഒരു സൈസ് കൂടുതലാണ്. സ്മോൾ എന്ന് പറഞ്ഞാലാണ് 38, മീഡിയം എന്ന് പറഞ്ഞാൽ 40 ലാർജ് എന്ന് പറഞ്ഞാൽ 42 എക്സൽ എന്ന് പറഞ്ഞാൽ 44 ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാൽ 46 കറക്റ്റ് നമ്മുടെ ഓരോ സൈസിനേക്കാളും കൂടുതൽ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് സ്മോള് 38 സൈസ് വരുന്നതാണ്. എനിക്ക് മീഡിയം ആണ് നോർമലി പാകാവുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ ഇത് സാങ്കിനേരി പ്രിന്റ് വരുന്ന ഐറ്റമാണ്. ഇതിനകത്ത് ഒരു ക്രീം ബേസിനകത്തേക്ക് ഒരു പിങ്ക് കളറിൻ്റെ ബേസ്, പിങ്ക് കളറിൻ്റെ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തേക്കുന്നത്. ഇവിടം വരെ ഒരു കട്ടിങ്, എന്നിട്ട് ചെറിയ ഒരു പ്രിന്റ്, അത് കഴിഞ്ഞ് ഒരു അടുത്ത സ്റ്റിച്ചിങ്, അത് കഴിഞ്ഞ് ഇവിടെ കൊടുത്ത അതേ പ്രിന്റ്, പിന്നെ വീണ്ടും ചെറുത്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നതാണ്. നല്ല വിരിവോട് കൂടി വരുന്നതാണ്. നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാം. കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. 2 സൈഡിലേക്ക് ഇതുപോലെ അങ്ങനെ ഒരു ഡോറി പോലെ, ഇത് വേണമെങ്കിൽ കെട്ടിടാൻ നമുക്ക്. ഇതുപോലെ ഇങ്ങനെ അഴിച്ചിടണമെങ്കിൽ ഭംഗിക്ക് അങ്ങനെ കിടന്നോട്ടെ. ഇനി കെട്ടണം എന്നുള്ളവർക്ക് അങ്ങനെ കെട്ടാം. ഇത് നോർമൽ സൈസ് ചാർട്ടാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. 45 to 46 റേഞ്ചിലേക്ക് ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട്. പുറകുവശം ഇതേപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട് ഇടാനും, നല്ല കംഫർട്ടാണ്. കോട്ടൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ജയ്പൂർ കോട്ടൺ എന്നൊക്കെ പറയില്ല, അതിലേക്ക് വരുന്നതാണ്. പ്രൈസ് വരുന്നത് 699 ആണ്. ആദ്യത്തെ കളർ വരുന്നത് ഇതാണ്. ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഒന്നും കാണിക്കാനില്ല. ഇങ്ങനെ കുറച്ച് പോട്ട്ലി ബട്ടൺ ഫ്രണ്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഭംഗിക്ക്. നെക്ക് വരുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കേട്ടോ. നല്ല നോർമൽ നെക്കാണ് വരുന്നത്. ലിവ സർട്ടിഫൈഡ് ആയിട്ട് വരുന്ന ഐറ്റമാണ്. ഇത് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സൈസ്. ഇപ്പം നിങ്ങൾക്കിത് ക്യാമറ തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് മനസ്സിലാവില്ല. മീഡിയം 40, സ്മോൾ 38, അങ്ങനെയാണ് ഓരോ സൈസ് കൂടി വരുന്നതാണ്. നിങ്ങൾ സൈസ് പറഞ്ഞാലും മതി. 38 മുതൽ 46 വരെ ഇതിന് അവൈലബിൾ ആണ്. ഡബിൾ എക്സൽ ആയിരിക്കും 46 വരെ. 38 എന്ന് പറയുന്നത് സ്മോൾ ആണ്. അത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. നല്ല ഹെവിയാണ്. നല്ല ഫ്ലയറോട് കൂടി ചെയ്തുകൊണ്ട് തന്നെ മെറ്റീരിയൽ അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ വരും. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. 699. ഇതിൻ്റെ വേറൊരു കളറുണ്ട്, അതും കൂടി കാണാം. വന്നിട്ടുള്ളത് പർപ്പിൾ ടോൺ ആണ് കേട്ടോ. ഇതിൽ ചെറിയ പ്രിന്റാണ് മേലത്തേക്ക് വരുന്നത്, പിന്നെ വലിയ പ്രിന്റ് ഇങ്ങനെ താഴത്തേക്ക്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ടെസൽസ് 2 സൈഡിലേക്കും ഇതുപോലെ ഡോറിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. നല്ല കളർ ചാട്ടാണ്. ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ലെയർ അടിച്ച് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഫ്ലെയറും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം. 45 to 46 റേഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. 38 മുതൽ 46 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. നിങ്ങൾ ഉദ്ദേശിച്ച കളർ കിട്ടിയില്ലെങ്കിൽ അടുത്ത കളറെങ്കിലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. ഭയങ്കര കംഫർട്ടാണ് വെയർ ചെയ്യാൻ. അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത പാറ്റേൺ ഇത് വന്നിട്ട് 2 പീസ് സെറ്റാണ്. നല്ല രസമുള്ളൊരു ബീജ് കളറിൽ. സാധാരണ കുറേ പേർക്കൊക്കെ ഡാർക്ക് ചാർട്ട് ഇഷ്ടമുള്ള, ലൈറ്റ് ചാർട്ട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ. ഒരു ബീജ് കളറിലേക്ക് വരുന്ന ഒരു ഇത് ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിൽ വർക്ക് കൊടുത്തിട്ടുള്ളതെല്ലാം ത്രെഡ് വർക്കാണ്. ത്രെഡിനകത്ത് സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല പ്രീമിയം കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. നെക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല രസമുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ്. നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. സ്ലിറ്റഡ് ആണ് വരുന്നത്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കോട്ടൻ്റെ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. 45 to 46 റേഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ സെയിം ബോട്ടാണ് കൊടുത്തേക്കുന്നത് മെറ്റീരിയൽ. കുർത്തി പാൻറ്റാണ്. 1 സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. പുറകിലേക്ക് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ആദ്യത്തെ കളർ നല്ലതാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് കളർ ചാർട്ടാണ് വരുന്നത്. ഞാനൊരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇതിനകത്ത് ത്രെഡിൻ്റെ വർക്കാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ത്രെഡ് വർക്ക്, അതിനകത്തേക്ക് ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. നല്ല കട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറും ഒരു സ്റ്റാൻഡേർഡ് ഫീല് നമുക്ക് കിട്ടും. അങ്ങനെ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ.
ഇതുപോലെ കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പുറകിലേക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബോട്ടം സെയിം മെറ്റീരിയലാണ്, ഫുൾ ഇലാസ്റ്റിക് വരുന്ന പാറ്റേൺ ആണ്. ഇതുപോലെ വൺ സൈഡ് കംഫർട്ടായിട്ട് നമുക്ക് കൈ കടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. കുർത്തി പാൻ്റാണ് വരുന്നത് കേട്ടോ. 37 to 38 റേഞ്ചിലേക്ക് ബോട്ടത്തിന് ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കളർ വരുന്നത് ഇങ്ങനെയാണ്. ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ഈ കളർ നമ്മൾക്ക് അങ്ങനെ ഒന്നുകിൽ ക്രീം അല്ലെങ്കിൽ ഒരു മിൽക്കി വൈറ്റ് അങ്ങനെയൊക്കെയാണ് കിട്ടാറ്. ഇങ്ങനെ ഒരു കളർ കിട്ടാറില്ല. ഇതിനകത്തേക്ക് ബ്ലാക്ക് വന്നപ്പോൾ നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് കളർ വന്നിട്ടുള്ളത്. ലാവണ്ടർ ടോൺ ആണ് കേട്ടോ. ഈ കളർ നമ്മളോട് ഇൻഡിവിജ്വലി ഇങ്ങനത്തെ കളേഴ്സ് ഉണ്ടോ, ലാവണ്ടറിൽ വരുന്ന കുർത്തീസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് എടുക്കാവുന്നതാണ്. 2 പീസ് സെറ്റാണ്, നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാം. ഇതും അതെ, ഇതിനകത്ത് വരുന്ന ബ്ലാക്ക് കളർ നല്ല മാച്ചാണ്. ലാവണ്ടറും ബ്ലാക്കും കൂടിയുള്ള കോമ്പിനേഷന് നല്ല മാച്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് സ്മോൾ മുതൽ 3XL സൈസ് വരെയാണ്. നോർമൽ നമ്മുടെ നാട്ടിൽ സ്റ്റിച്ചിങ്ങിൻ്റെ സൈസ് ചാർട്ടാണ്. സ്മോൾ എന്ന് പറഞ്ഞാൽ 36, മീഡിയം എന്ന് പറഞ്ഞാൽ 38. ഞാൻ മീഡിയം ആണ് വെയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3XL 46 വരെ അവൈലബിൾ ആണ്. 45 to 46 റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത്. നല്ല കളറാണ്, രണ്ടും ഒരു ലൈറ്റർ ടോണിലേക്ക് വരുന്ന കളറാണ്. അപ്പോൾ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കുക. അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയാൽ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനും ശ്രമിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തതും വരുന്നത് ഒരു കോഡ് സെറ്റാണ്. പക്ഷെ എനിക്ക് കുറച്ച് ലൂസാണ്. ഇത് സൈസ് വെച്ച് നോക്കുമ്പോൾ XL ആണ് വരിക കേട്ടോ. ലാർജുകാർക്കും XLകാർക്കും ഒക്കെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. XXL പറ്റില്ല, XL വരെയാണ് പറ്റുക. പക്ഷെ മീഡിയംകാർക്ക് എടുത്തിട്ടും വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാവുന്നതാണ്, തെറ്റൊന്നുമില്ല. അപ്പം ഇതിന് ലെങ്ത്ത് വരുന്നത് ഒരു 28 റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത്. പാൻറ് വന്നിട്ട് ഒരു 37, 38 റേഞ്ചിലേക്ക് വരും. ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സെമി പലാസോ അല്ലെങ്കിൽ കംഫർട്ടായിട്ടുള്ള ഒരു പാൻറ് എന്നുള്ള രീതിക്ക് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ആദ്യത്തെ കളർ. ഇതൊരു കാഷ്യൂ പോലത്തെ ഒരു കളറാണ്. ഈ കളർ പോലത്തെയാണ് നേരത്തെ കാണിച്ച കോഡ് സെറ്റിൽ വരുന്ന ആ ഒരു കളർ കാണിച്ചില്ലേ, ഒരു ബീജ് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ കേട്ടോ. അപ്പം ഇതിൻ്റെ കളേഴ്സാണ് ഇനി കാണിക്കുന്നത്. എല്ലാം മെഷർമെൻറ്റ് സെയിം ആണ്. ഒരു 28 റേഞ്ചിലേക്ക് ലെങ്ത്ത് ടോപ്പിനും 38 റേഞ്ചിലേക്ക് പാൻറ്റിനും ലെങ്ത്ത് വരും. XL ആണ് ശരിക്കും ഇതിൻ്റെ മെഷർമെൻറ്റ്. ഫ്രീ സൈസ് എന്നുള്ള രീതിക്ക് പ്രത്യേകിച്ച് സൈസ് ഒന്നും എഴുതിയിട്ടില്ല. കുറച്ച് ലൂസിലും ഇടാൻ പറ്റും തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ കളറ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള സെയിം ടോൺ. പാൻറ്റ് വന്നിട്ട് ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ ഇലാസ്റ്റിക് ആണ്. എന്നിട്ടൊരു നാടിയും കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. 2 സൈഡിലേക്കും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംഫർട്ടായിട്ട് വെയർ ചെയ്യാം. ആദ്യത്തെ കളർ. പ്രൈസ് 899 ആണ് കേട്ടോ. നേരത്തെ കോഡ് സെറ്റിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ പ്രൈസ് 849 ആണ് കേട്ടോ. ഇനി കളേഴ്സ് ജസ്റ്റ് കാണിച്ച് പോവാം. ദാ അടുത്ത് വരുന്നത് ബ്ലാക്ക് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു നെറ്റിൻ്റെ ഇതിൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ട് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തേക്കാണ് കേട്ടോ. എല്ലാതും അങ്ങനെ തന്നെയാണ്. ഒരു നെറ്റിൻ്റെ ഇതിലേക്ക് വർക്ക് കൊടുത്തിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ്. ബീഡ്സ് വർക്കും അതുപോലെ തന്നെ ത്രെഡിൻ്റെ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കളർ ബ്ലാക്ക് ആണ്. അതിൻ്റെ ബോട്ടം സെയിം, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല കേട്ടോ, ബ്ലാക്ക്. പിന്നെ വന്നിട്ടുള്ളത് ഒരു പാരറ്റ് ഗ്രീൻ കളറാണ്. എല്ലാത്തിൻ്റെയും ടോപ്പ് ഞാൻ നിവർത്തി കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സ്ലീവിൻ്റെ ഇവിടേക്ക് ഇത് ഇങ്ങനെ ഒരു ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് വരുന്ന ഒരു ക്രോഷ്യ ലേസ്. പാരറ്റ് ഗ്രീൻ ആണ് കളർ വരുന്നത്. അടുത്തത് പിന്നെ വരുന്നത് ഒരു പൗഡർ ബ്ലൂ കളറാണ് കേട്ടോ. ഓക്കെ, പൗഡർ ബ്ലൂ ഷെയ്ഡൊക്കെ പോലത്തെ കളറ്, അല്ലെങ്കിൽ ഒരു ഉള്ളിത്തൊണ്ടിൻ്റെ ഒരു ഡാർക്കർ ടോൺ, അങ്ങനത്തെ ഒരു കളർ കേട്ടോ. ഇത്രയും കളേഴ്സാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും പ്രൈസ് 899. സൈസ് XL വരെ വരും. ഫ്രീ സൈസാണ്. സ്മോൾ അല്ല, ലാർജുകാർക്കും യൂസ് ചെയ്യാം, XLകാർക്കും യൂസ് ചെയ്യാം, മീഡിയംകാർക്ക് യൂസ് ചെയ്താൽ ഷേപ്പ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ ഓർഡർ എടുക്കുക. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക. നമുക്ക് റിട്ടേൺ ഉള്ളത് ഡാമേജ് ആയ പ്രോഡക്റ്റിന് മാത്രമാണ്. സൈസ്, കളറ്, മെറ്റീരിയൽ അതൊന്നും പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഇല്ല. അത് ഓർത്തിട്ട് വേണം ഓർഡർ എടുക്കാനായിട്ട്. ചിലർ എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഇത് ഇഷ്ടമായില്ല, മെറ്റീരിയൽ ഇഷ്ടമായില്ല, അങ്ങനെ പറയരുത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഡാമേജ് സെയിലിന് മാത്രമേ റിട്ടേൺ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.